SSLC റിസൾട്ട് ഒക്കെ വന്നു +1 ഇനി ഏത് സ്ട്രീം എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കല്ലേ നിങ്ങൾ എല്ലാവരും. കുറച്ച് പേര് പറയുന്നുണ്ടാകും സയൻസ് ആണ് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാമെന്ന്. എന്നാൽ ചിലർ പറയുന്നുണ്ടാവും കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽ ആവുമെന്ന്. എന്നാൽ ചിലർ പറയുന്നുണ്ടാകും ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന്. എന്നാൽ ഇതിന്റെയൊക്കെ റിയാലിറ്റി നമുക്ക് നോക്കിയാലോ. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി ശരിക്കും ഏത് സ്ട്രീമാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഓരോ സ്ട്രീമിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളതിനുള്ള ഉത്തരവും ലഭിക്കും. ഇത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാനായി ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ വീഡിയോയിൽ നമ്മൾ മേജർ സ്ട്രീമുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. VHSC പോലുള്ള സ്ട്രീമുകളും നമുക്കുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ നോക്കുന്നവർക്ക് അറിയാം പ്രധാനമായും 3 മേജർ സ്ട്രീമുകളാണുള്ളത്: സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇതിൽ സയൻസ് ഫീൽഡിലോട്ട് കടക്കുമ്പോൾ 2 മേജർ സ്ട്രീമുകളാണ് പ്രധാനമായുള്ളത്. ഒന്ന് ബയോ സയൻസ്, രണ്ടാമത്തേത് കമ്പ്യൂട്ടർ സയൻസ്. ഇനി ബയോ സയൻസിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് പ്രധാനമായും STEM എന്നുള്ള ഏരിയയിലേക്കാവും. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ്, സയന്റിസ്റ്റ് എന്നിങ്ങനെയുള്ള ഒരു വലിയൊരു ലോകം ബയോ സയൻസ് മേഖലയിൽ കിടപ്പുണ്ട്. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് നോക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡെവലപ്പർ, ഡാറ്റ സയന്റിസ്റ്റ് തുടങ്ങി IITS, NITS പോലെയുള്ള മികച്ച കോളേജുകളിൽ +2 ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ MNC പോലെയുള്ള പ്രമുഖ കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി നേടാവുന്നതുമാണ്. ഇനി കൊമേഴ്സ് ഫീൽഡിലോട്ട് നോക്കുന്ന സമയത്ത് എക്കണോമിക്സ്, അക്കൗണ്ടൻസി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് മേജർ സബ്ജക്ട്സ് ആയി വരുന്നത്. ACCA, BBA, CA, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് തുടങ്ങിയ മേഖലകളിൽ മികച്ച സാലറി പാക്കേജോടുകൂടി നിങ്ങൾക്ക് ജോലി നേടാനാവും. ഡൽഹി, ക്രൈസ്റ്റ്, സെൻട്രൽ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ MNCകളിൽ നിന്നുള്ള പ്ലേസ്മെന്റ് ഓപ്ഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ലാസ്റ്റ് സ്ട്രീം ഹ്യൂമാനിറ്റീസ്. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള സ്ട്രീം എന്നാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഈ സ്ട്രീമിൽ പഠിക്കാൻ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. UPSC, PSC, KS തുടങ്ങി ഗവൺമെന്റ് സെക്ടറുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ബേസ് ആൻഡ് ഫൗണ്ടേഷൻ കിട്ടാൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഡൽഹി പോലെയുള്ള ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ ഡിഗ്രിക്ക് മികച്ച കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് MNCകളിൽ നിന്നും പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നുണ്ടാകും. 3 സ്ട്രീം വെച്ച് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ട്രീമിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഗോളുകളൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് +1 ബയോ സയൻസ് എടുക്കാവുന്നതാണ്. കാരണം ശേഷം നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്കും സ്വിച്ച് ചെയ്യാവുന്നതാണ്. ഇനി അക്കൗണ്ടിങ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള മേഖലയിലേക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ബേസ് കിട്ടാനായി ഹ്യൂമാനിറ്റീസ് എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ആലോചിച്ച് അവരവരുടെ താല്പര്യം നോക്കി ഏത് സ്ട്രീം വേണമെന്ന് ചൂസ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതിയാകും. ഇതുപോലെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്.